യുദ്ധമുഖത്ത് ശത്രുവിന്റെ അതിർത്തിക്കുള്ളിൽ വിമാനം തകർന്നു വീണ് അകപ്പെടുന്ന ഒരു പൈലറ്റിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോഴിതാ അങ്ങനെ അകപ്പെട്ടു പോയ സ്വന്തം സൈനികനെ രക്ഷിക്കാൻ ഇറാനിലെ ഖുസസ്താൻ പ്രവിശ്യയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ രക്ഷാദൗത്യം നമ്മുടെ മുന്നിലുണ്ട്. ആധുനിക സൈനിക ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ രക്ഷാദൗത്യമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഉസാമ ബിൻ ലാദനെ വധിച്ച US നേവി സീൽ നടത്തിയ ചരിത്രപരമായ ഈ രക്ഷാദൗത്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പല സിനിമകളുടെയും സീനുകളായിരിക്കും ഓർമ്മ വരിക. ബിഹൈൻഡ് എനിമി ലൈൻസ് പോലുള്ള സിനിമകൾ ഈ സംഭവവുമായി വളരെയധികം സാമ്യമുള്ളതാണ്. US വ്യോമസേനയുടെ F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനം ഇറാൻ വെടിവെച്ചിട്ടതിനെ തുടർന്നാണ് പൈലറ്റിനെ കണ്ടെത്താനുള്ള അമേരിക്കൻ ദൗത്യം ആരംഭിച്ചത്. ഇറാൻ സേനയെ ട്രംപ് പരിഹസിച്ചതിന് പിന്നാലെയാണ് ഏപ്രിൽ 3-ന് US വിമാനം ഇറാൻ തകർത്തത്. വിമാനത്തിനുള്ളിലുണ്ടായിരുന്ന പൈലറ്റിനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രക്ഷപ്പെടുത്തിയെങ്കിലും വെപ്പൺ സിസ്റ്റംസ് ഓഫീസറായ സൈനികൻ 48 മണിക്കൂറോളം ഇറാൻ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ കുടുങ്ങിക്കിടന്നു. അദ്ദേഹത്തെ ഇറാൻ സൈന്യം പിടികൂടിയിരുന്നെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ നയതന്ത്ര പ്രതിസന്ധി ഉണ്ടാക്കുമായിരുന്നു. ഡസൻ കണക്കിന് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് നടത്തിയ അതിശക്തമായ നീക്കത്തിനൊടുവിലാണ് ഞായറാഴ്ചയോടെ സൈനികനെ കണ്ടെത്തി സുരക്ഷിതമായി ഇറാൻ അതിർത്തിക്ക് പുറത്തെത്തിച്ചത്. ഇനി സ്ക്രീനിലേക്ക് വരാം. ഹോളിവുഡിൽ പുറത്തിറങ്ങിയ ബിഹൈൻഡ് എനിമി ലൈൻസ്, BAT-21 എന്നീ സിനിമകൾ പ്രതിപാദിക്കുന്നത് ഇത്തരം രക്ഷാദൗത്യങ്ങളാണ്. ബോസ്നിയൻ യുദ്ധത്തിനിടയിൽ ശത്രുപക്ഷത്തിന്റെ രഹസ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയതിനെ തുടർന്ന് വെടിവെച്ചിടപ്പെട്ട ഒരു അമേരിക്കൻ നേവി പൈലറ്റിന്റെ കഥയാണ് ബിഹൈൻഡ് എനിമി ലൈൻസ്. തന്നെ പിടികൂടാൻ വരുന്ന സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചും അദ്ദേഹത്തെ രക്ഷിക്കാൻ അമേരിക്കൻ സൈന്യം നടത്തുന്ന പോരാട്ടമാണ് ഈ ചിത്രം പറയുന്നത്. അമേരിക്കൻ നേവി പൈലറ്റായ ലഫ്റ്റനന്റ് ക്രിസ് ബേർണറ്റ് ഒരു നിരീക്ഷണ പറക്കലിനിടെ ശത്രുപക്ഷത്തിന്റെ രഹസ്യ സൈനിക നീക്കങ്ങളും കൂട്ടക്കൊലകളും അബദ്ധത്തിൽ ക്യാമറയിൽ പകർത്തുന്നു. ഇത് മനസ്സിലാക്കിയ ശത്രുക്കൾ ബേർണറ്റിന്റെ വിമാനം വെടിവെച്ചിടുന്നു. തുടർന്ന് ശത്രുക്കളുടെ അധീനതയിലുള്ള പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ബേർണറ്റ് തന്നെ വേട്ടയാടുന്ന സൈന്യത്തിൽ നിന്നും സ്നൈപ്പർമാരിൽ നിന്നും രക്ഷപ്പെടാൻ നടത്തുന്ന അതിസാഹസികമായ ശ്രമങ്ങളാണ് സിനിമയുടെ പ്രധാന ഭാഗം. അന്താരാഷ്ട്ര നിയമങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും കാരണം രക്ഷാപ്രവർത്തനം വൈകുമ്പോൾ തൻ്റെ പൈലറ്റിനെ തിരിച്ചെത്തിക്കാൻ കമാൻഡറായ അഡ്മിറൽ റീഗാർഡ് നിയമങ്ങൾ മറികടന്ന് നടത്തുന്ന നീക്കങ്ങളും ഈ സിനിമയെ എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറാക്കുന്നു. ശത്രു സൈന്യം തൊട്ടടുത്തെത്തുമ്പോൾ മൃതദേഹങ്ങൾക്കിടയിൽ മരിച്ചതുപോലെ കിടക്കുന്നതും കാടിൻ്റെ സ്വാഭാവികമായ മറവുകൾ ഉപയോഗിച്ച് ഒളിഞ്ഞിരിക്കുന്നതുമെല്ലാം ശ്വാസം അടക്കി പിടിച്ചാണ് പ്രേക്ഷകർ കണ്ടിരുന്നത്. വിയറ്റ്നാം യുദ്ധകാലത്ത് നടന്ന ഒരു യഥാർത്ഥ സംഭവകഥയെ ആസ്പദമാക്കിയ മറ്റൊരു ചിത്രമാണ് BAT-21. ശത്രുമേഖലയിൽ വിമാനം തകർന്നു വീഴുന്ന കേണൽ ഹാംബിൾട്ടൺ എന്ന ഉദ്യോഗസ്ഥനെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. കാടിനുള്ളിൽ കുടുങ്ങിപ്പോയ അദ്ദേഹത്തെ റേഡിയോയിലൂടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ഒരു പൈലറ്റ് സാഹസികമായി രക്ഷപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം. എന്നാൽ സിനിമകളിൽ കാണിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് സൈനികർ ചൂണ്ടിക്കാട്ടുന്നു. സിനിമയിലെ പൈലറ്റ് ശത്രുക്കളോട് നേരിട്ട് യുദ്ധം ചെയ്യുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ ഒരിടത്ത് അനങ്ങാതെ ഒളിച്ചിരിക്കാനാണ് പൈലറ്റുമാർക്ക് ലഭിക്കുന്ന നിർദ്ദേശം. ശത്രു സൈനികർക്ക് മുന്നിൽ പതറാതെ ഇത്രയും സമയം എങ്ങനെയാണ് ഒരു സൈനികന് അതിജീവിക്കാൻ കഴിയുന്നത്? ഇതിനായി നൽകുന്ന പ്രത്യേക പരിശീലനമാണ് SCRE അഥവാ സർവൈവൽ, ഇവേഷൻ, റെസിസ്റ്റൻസ് ആൻഡ് എസ്കേപ്പ്. പിടിക്കപ്പെട്ടാൽ എങ്ങനെ പെരുമാറണം, ഭക്ഷണം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പ്രകൃതിയിൽ നിന്നും തന്നെ എങ്ങനെ ആഹാരം കണ്ടെത്തണം, രാത്രിയിൽ മാത്രം സഞ്ചരിച്ച് എങ്ങനെ രക്ഷപ്പെടണം എന്നിവയെല്ലാം ഇതിൽ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന് 1995-ൽ ബോസ്നിയയിൽ വിമാനം തകർന്നു വീണ പൈലറ്റ് സ്കോട്ട് ഒഗ്രേഡി 6 ദിവസമാണ് ഉറുമ്പുകളെയും പുല്ലും തിന്ന് ശത്രു സൈനികരുടെ കണ്ണ് വെട്ടിച്ച് കഴിഞ്ഞു. കോംബാറ്റ് സെർച്ച് ആൻഡ് റെസ്ക്യൂ അഥവാ CSAR കാലക്രമേണ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 1972 വിയറ്റ്നാം യുദ്ധകാലത്ത് വിയറ്റ്നാമിൽ കുടുങ്ങിയ ലഫ്റ്റനന്റ് കേണൽ ഹാംബിൾട്ടനെ രക്ഷിക്കാൻ ഗോൾഫ് കോഡ് എന്ന രഹസ്യ ഭാഷയാണ് ഉപയോഗിച്ചത്. ശത്രുക്കൾ റേഡിയോ സന്ദേശങ്ങൾ ചോർത്തുന്നത് ഒഴിവാക്കാൻ അദ്ദേഹം സ്ഥിരമായി പോകാറുള്ള ഗോൾഫ് മൈതാനങ്ങളുടെ ഭൂപടം ഉപയോഗിച്ചാണ് തന്നിലേക്ക് എത്താനുള്ള വഴികളുടെ നിർദ്ദേശങ്ങൾ നൽകിയത്. 1995-ലെ സ്കോട്ട് ഒഗ്രേഡി ദൗത്യത്തിൽ ഓസ്ട്രേലിയയിലെ പൈൻ ഗ്യാപ്പ് എന്ന രഹസ്യ കേന്ദ്രം നൽകിയ സിഗ്നലുകൾ നിർണായകമായി. 1970-കളിൽ വെറും സിഗ്നൽ കണ്ണാടികളും ഫ്ലെയറുകളും ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇറാനിൽ നടത്തിയ ദൗത്യത്തിൽ അതിനൂതനമായ എൻക്രിപ്റ്റഡ് ബീക്കണുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള സെൻസർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യയാണ് സൈനികരെ കണ്ടെത്താൻ സൈന്യം ഉപയോഗിച്ചിരിക്കുന്നത്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നാലും ശത്രുക്കളുടെ മുന്നിൽ തളരാതെ നിൽക്കുന്ന സൈനികന്റെ മനക്കരുത്താണ് ഓരോ രക്ഷാദൗത്യത്തിൻ്റെയും വിജയമെന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കുന്നതാണ് 2026-ലെ ഇറാൻ ദൗത്യം.